Assalamu alaikum warahmatullahi ta'ala wabarakatuhu. Bismillah walhamdulillah wassalatu wassalamu ala ashrafil rasulillah wa ala alihi al-faizin bil Allah amma ba'd. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സദസ്സിൽ ഒത്തുചേർന്ന ഉമ്മമാർ, ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും ആദ്യം തന്നെ ഈ ദിനത്തിലെ സന്തോഷങ്ങൾ നേരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നല്ലോ. വൃദ്ധന്മാരോടും കുട്ടികളോടും ആശ്രിതരോടും അടിമകളോടും എന്തിനു പറയണം, അവിടുന്ന് കാണിച്ചു തന്ന കരുണ തുല്യതയില്ലാത്തതാണ്. പുതിയ കാലത്ത് അത് മാതൃകയാക്കപ്പെടേണ്ടതുമാണ്. ആശ്രയം ചോദിച്ച് നമ്മൾക്കരികിൽ വരുന്നവരെ നമ്മളിൽ പലരും മൈൻഡ് ചെയ്യാറില്ല. MLA-മാരുമായും പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധമുള്ളവർ അത്തരക്കാരുടെ ആവശ്യങ്ങൾക്ക് ചെവി കേൾക്കാറോ അവ പരിഹരിക്കാൻ കഴിയുന്നവരുടെ ശ്രദ്ധയിൽ എത്തിക്കാറോ കുറവാണ്. ആ പാവങ്ങൾ പിന്നെ അവരുടെ കാര്യങ്ങൾ ആരോട് പറയും? വല്ലപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിനെയോ MLA-മാരെയോ നേരിട്ട് കാണാനും കാര്യങ്ങൾ പറയാനും അവർ പെടാപ്പാടുപെടും. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ നമ്മൾ ചെവിക്കൊള്ളേണ്ടത്. ഹസ്സൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവ പരിഹരിക്കാനും ഇരിക്കും. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയും: ഇപ്പോൾ എന്റെ അടുത്തെത്താത്തവരുടെ കാര്യങ്ങൾ ഇപ്പോൾ എന്റെ അടുത്തെത്തിയവർ എന്നോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും.